വ്രതശുദ്ധിയുടെ റംദാൻ മാസമാണ് കടന്നു പോകുന്നത്. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ സംഘർഷം അതീവ രൂക്ഷമായി തന്നെ തുടരുന്നതിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ഇതിനു മുൻപ്, അതായത് റംദാൻ മാസം തീരുന്നതിന് മുൻപ് ഈദ് വരുന്നതിനോടനുബന്ധിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. യുദ്ധം ഏറ്റവും കൂടുതലായി തന്നെ ബാധിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ തന്നെയാണ്. ആയതിനാൽ തന്നെ ഈദ് ഗഹുകളും അതേപോലെ അവധിയുമൊക്കെയായി തന്നെ സജീവമാകേണ്ട ഈ പെരുന്നാൾ ദിനങ്ങളിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും ആകാത്ത സ്ഥിതി ഉണ്ടാകരുത് എന്നതാണ് സൗദി അടക്കമുള്ള ഗൾഫ് ഭരണാധികാരികളുടെ നിലപാടായി തന്നെ ഇവർ എടുത്തു സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്. വെടിനിർത്തൽ കരാറിലേക്ക് കടക്കാൻ ഗൾഫ് രാജ്യങ്ങളും റഷ്യയും സമാധാന നീക്കങ്ങൾ നടത്തി വരികയാണ്. ഉപാധികൾ മുന്നോട്ട് വെച്ചതോടുകൂടി തന്നെ ഇറാനും സമവായത്തിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിൽ നിന്ന് യുദ്ധപരിഹാരത്തിന് ഇറാൻ അവിടെ നിന്നും 3 ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമവായ നീക്കമാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. റംദാൻ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്നെ ഈദ് ദിവസങ്ങളിൽ താൽക്കാലിക വെടിനിർത്തലെങ്കിലും ഇവിടെ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണ് പുരോഗമിക്കുന്നത്. ഇതിനായി ബന്ധപ്പെട്ട് സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ഇവിടെ ഒരു ചിന്തയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. US ഇറാൻ ആണവ ചർച്ചയ്ക്ക് മധ്യസ്ഥരായിരുന്ന ഒമാൻ വീണ്ടും സജീവമായി തന്നെ ഇതിനായി തന്നെ രംഗത്തുണ്ട്. ഭരണാധികാരി ഹൈതം ബിൻ താരിഖ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിനുമായി തന്നെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ഫോണിൽ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യയുടെ ഇടപാടുകളും നിർണായകമാണ്. പ്രസിഡന്റ് പുടിനും പെസൻഷ്കിനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി തന്നെ പുടിൻ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തതായാണ് വ്യക്തമാക്കുന്നത്. ഈദ് ഗഹുകളും അതേപോലെ ഔദിയുമൊക്കെ തന്നെയായി സജീവമാകേണ്ട പെരുന്നാൾ ദിനത്തിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു ഗതിയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആയതിനാൽ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് സൗദി അടക്കമുള്ള ഗൾഫ് ഭരണാധികാരികൾ എടുത്തിരിക്കുന്നത്. മറുവശത്ത് ആക്രമണം തുടരും എന്നത് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഗ്രഹമായി പറയുന്നത്. എന്നാൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുന്ന യുദ്ധം അധികം നീണ്ടുപോകരുത് എന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. മേഖലയെ അസ്ഥിരമാക്കുന്ന യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നതാണ് ഗൾഫ് രാജ്യങ്ങൾ US-നോടും ആവശ്യപ്പെടുന്നത്. അതേസമയം ഇന്ധന പ്രതിസന്ധിയിൽ കടുത്ത ആശങ്ക തുടരവേ തന്നെ ഇന്ത്യക്ക് ആശ്വാസമായി 2 LPG ടാങ്കുകൾ ഹോർമൂസ് കടലിടുക്കിൽ കടന്ന് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ ടാങ്കുകൾക്ക് ഹോർമൂസ് കടക്കാൻ ഇന്ത്യ അനുമതി നൽകി. ഇന്ത്യ സുഹൃത്ത് രാജ്യമാണ് എന്നും ഹോർമൂസിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ ചരക്ക് നീക്കത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശിവലിംഗ്, നന്ദാദേവി എന്നീ LPG ടാങ്കുകൾക്കാണ് ഇറാൻ അനുമതി നൽകിയത്. കൂടുതൽ ഇന്ത്യൻ ടാങ്കുകൾക്ക് അനുമതി നൽകുന്നത് ഇറാന്റെ പരിഗണനയിലാണ്. കൊച്ചിയിൽ നിന്ന് ഇറാൻ നാവികരെ അർമേനിയൻ തീരത്തേക്ക് എത്തിക്കുകയായിരുന്നു. നാവികരെ കൊണ്ടുപോയത് തുർക്കിയുടെ ചാർട്ടേഡ് വിമാനത്തിലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ ഇറാൻ ഇന്ത്യയുടെ സുഹൃത്താണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ഇറാൻ പ്രസിഡന്റിനോട് മോദി ഇങ്ങനെ പറഞ്ഞതായാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഉചിതമായതെല്ലാം തന്നെ ചെയ്യുമെന്ന് മോദി അറിയിച്ചെങ്കിലും ഇവിടെ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു. അതിനിടെ അമേരിക്കയും ഇസ്രായേലും ശക്തമായ മറുപടി നൽകുന്നതിനാൽ തന്നെ സജീവമായ വിനാശകരമായ വലിയ രീതിയിൽ ഒരു കാര്യങ്ങളാണ്, അതായത് ഡ്രോണുകളുടെ വലിയൊരു ശേഖരം പുറത്തിറക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള വിലയിരുത്തലടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.